ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉള്ളിമുട്ട ഫ്രൈയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട, പിന്നെ ഒരു 6 വെള്ളുള്ളി കട്ട് ചെയ്ത്, ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഇതാ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കോഴിമുട്ടയ്ക്ക് 10 ചുവന്നുള്ളി, അതാണ് കണക്ക്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു അല്പം മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി ചേർത്താൽ പെട്ടെന്നൊന്നും മിക്സ് ആവില്ല, കട്ട കെട്ടി കിടക്കുക. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതേപോലെ. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ആ മുട്ട മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡായി കൊടുത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം ഒന്ന് സെറ്റാവുന്ന സമയത്ത് എന്നതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിമുട്ട ഫ്രൈ ആണ്. ചുവന്നുള്ളി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളത് ഓഫാക്കി ഇനി വേറൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ വെള്ളുള്ളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചുവന്നുള്ളി അതേപോലെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഒരു വീഡിയോയിലെ ഭംഗിക്കൊക്കെ വേണ്ടിയാണ്. ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ്, ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാനൊരു അര തക്കാളി ചെറിയ പീസാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തക്കാളിയൊന്നും നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ഈ ഉള്ളിയെല്ലാം ഇതേപോലെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മളിനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഒരു 2-3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ മസാലയിലും മുളക് പൊടിയെല്ലാം ആ ഉള്ളിയിലൊന്ന് ചേർന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതാ നമ്മൾക്ക് ഇതേപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പെല്ലാം നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ചുവന്നുള്ളി അങ്ങനെ തന്നെ കടിക്കുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തപ്പോൾ നമ്മൾക്ക് എരിവെല്ലാം നല്ല കണ്ടീഷനായി വരും. ഇനി അതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 മുറി. എന്നതിന് ശേഷം ആ മുട്ട മിക്സ് ചെയ്ത് അതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ചുവന്നുള്ളി എഗ്ഗ് മസാല ഇവിടെ റെഡിയായി. ചോറിനൊപ്പം കഴിക്കാം, ചപ്പാത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം, ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാം. ഇനി 1 സ്പൂൺ കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കാനായിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായില്ലേ? ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ഈ ചുവന്നുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ബ്ലഡൊക്കെ നന്നായിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇതാ സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് തന്നെ നല്ല ധാരാളം മതിയാവും. ചപ്പാത്തിക്കും ചോറും നല്ല ബെസ്റ്റ് ഐറ്റമാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.